ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, താങ്ക്സ്. കാരണം നിങ്ങളായ കാരണമാണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോയത്. ഇപ്പോൾ 2000 സബ്സ്ക്രൈബർ ആവാൻ പോകണം, 1900 ആയി. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആവുമെന്ന്. ഞാൻ എന്താ പറയുക, 2000 ഒക്കെ അടുത്ത് 1000 ആവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ ആയത് ദൈവത്തുണ, അല്ലാണ്ട് എന്താ പറയുക. കാരണം ഈ അമ്മേൻ്റെ അടുത്ത്, ഈ അമ്മ തന്നെ എനിക്ക് എല്ലാ തുണയും. കാരണം എന്ത് എന്താ പറയുക, എങ്ങനെ പറയേണ്ടത്, എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും വിളിച്ചാൽ കേൾക്കുന്ന അമ്മയാണ്. പ്രാർത്ഥിച്ചാൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും മാറ്റിത്തരുന്ന അമ്മയാണ് ചുമകാളിയമ്മ, മാരിയമ്മ പറയും. അപ്പോൾ അവിടെ കുംഭാഭിഷേകമാണ്. മാർച്ച് 28-ാം തീയതി ആയിരുന്നു കുംഭാഭിഷേകം. പിന്നെ എന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കും. പിന്നെ എനിക്ക് മക്കൾക്കൊക്കെ പനിയൊക്കെ വന്നതുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇടാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ കുംഭാഭിഷേകം കഴിഞ്ഞിട്ട് കുറച്ചായി, അപ്പോൾ രണ്ടാഴ്ചയായി സോറി. അപ്പോൾ ഇപ്പോഴാണ് ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, വിളിച്ചാൽ വിളി കേൾക്കണം അമ്മേനെ. എന്ത് നമ്മുടെ കാര്യങ്ങളുണ്ടെങ്കിലും പറഞ്ഞാൽ സാധിച്ചു തരും. അപ്പോൾ അത്രയ്ക്കും ദൈവശക്തിയുള്ള അമ്മയായിരുന്നു. പിന്നെ മക്കളൊക്കെ നേരത്തെ തന്നെ കുളിച്ച് രാവിലെ 5 മണിയാകുമ്പോഴേക്കും നേരത്തെ തന്നെ അവർ വന്നു. കാരണം അവർക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം കളയാൻ പറ്റില്ലല്ലോ. ഭയങ്കര സങ്കടമായിരുന്നു, സ്കൂളിലേക്ക് പോയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. തിങ്കളാഴ്ചയായിരുന്നു, അപ്പോൾ എക്സാം തുടങ്ങുന്ന ദിവസമാണ്. അപ്പം ഞാൻ എന്നെ ചീത്ത പറഞ്ഞിട്ട് അവർ പോയത്. രാവിലെ 5 മണി മുതൽ, അതിൻ്റെ മുന്നേ തന്നെ കുളിച്ചെല്ലാവരും വന്നു. 5 മണി മുതൽ പിന്നെ 8:30 വരെ ഉണ്ടായിരുന്നു അവർ. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട്, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ എക്സാമിന് പോയി. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. മൂത്ത കുട്ടിക്കാണ് ഒരുപാട് സങ്കടം. കാരണം അന്നദാനം കഴിക്കാൻ പറ്റില്ല. ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നിട്ട് എനിക്ക് അന്നദാനം കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാനെന്ത് പറഞ്ഞു, എടുത്ത് വയ്ക്കുക, ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുക പറഞ്ഞു. അപ്പം അവന് അത് പറ്റില്ല, എനിക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ കഴിക്കണം പറഞ്ഞിട്ട് വാശിയൊക്കെ ഒരുപാട് കാണിച്ചു, പോയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ഞാൻ എക്സാമല്ലേ, നമ്മൾ അങ്ങനെ ഇരുത്താൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് അവനെ ചീത്ത പറഞ്ഞ് ഞങ്ങൾ അയച്ചു വിട്ടു. അങ്ങനെ എനിക്ക് അവർ പോയപ്പോൾ സങ്കടമായി. കാരണം അവർ 4 മണിക്ക് എണീച്ച്, തലേ ദിവസം തന്നെ ഞാൻ മൈക്കിൽ വന്ന് ഞാൻ പാട്ട് വയ്ക്കും പറഞ്ഞിട്ട് വലിയ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണി 4:30 ആകുമ്പോഴേക്കും എണീച്ച് കുളിച്ച്, ഞാൻ ചുടുവെള്ളം വെച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ടമ്മ, ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞു. അങ്ങനെ വലിയ കുട്ടി എണീച്ച് കുളിച്ച് കഴിഞ്ഞതും രണ്ടാളും പിന്നെ അവരെണീച്ച് അവർ കുളിച്ചു. അപ്പോഴേക്കും ചെറിയ പാർക്കുട്ടി എനിക്കും കുളിക്കണം പറഞ്ഞു. പിന്നെ ചുടുവെള്ളം വെക്കിയിട്ട് ഇപ്പോൾ വേണ്ട, ഏട്ടന്മാർ പച്ചവെള്ളത്തിലല്ലേ കുളിച്ച് പറഞ്ഞ് അവൾ കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ നേരത്തെ പോയി. അപ്പോൾ ഞാൻ മെല്ലെയാണ് പോയി. പിന്നെ അങ്ങനെ അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനം പറഞ്ഞ് നമ്മൾ വലുതായിട്ടൊന്നും കഴിച്ചില്ല. നമ്മുടെ സമുദായത്തിലെ കുറച്ച് പേര്, നമ്മുടെ അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര വലിയ അമ്പലമൊന്നും അല്ലല്ലോ, പേര് കേട്ട അമ്പലം, ചെറിയ അമ്പലമാണ്. അപ്പം നമ്മളെ കൊണ്ടാവുന്നത് കുറച്ച് പേർക്ക് അങ്ങനെ അന്നദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും കൂടിയിട്ട്. പിന്നെ ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാർച്ച് 10-ും 10-നും പൊങ്കലായിരുന്നു, 10-ഉം 11-നും. അപ്പം തന്നെയാണ് നമ്മൾ ഡ്രസ്സ് എടുത്തത്. അത് തന്നെയാണ് ഭവിഷ്യത്തിനും ഡ്രസ് കോഡായിട്ട്. അപ്പോൾ എല്ലാവരും അന്നദാനം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കി പരിപാടി. ബാക്കി പറഞ്ഞാൽ ഫോട്ടോ എടുക്കണം, അതന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ അന്നദാനം കുറച്ച് പേർക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഭയങ്കര ടേസ്റ്റിയായ ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒന്നാമത് പറയുക, അമ്മ പറഞ്ഞ് നല്ല വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്. ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാൻ വേണ്ടി തിരക്കിട്ട് നിൽക്കുമായിരുന്നു, ഫോട്ടോ എടുക്കാൻ. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഡ്രസ് കോഡ് വെച്ചിട്ടാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ബൈ.